വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിക്കാനൊരുങ്ങി ബൈസൺ വാലി ചൊക്രമുടി സംരക്ഷണ സമിതി. ഒക്ടോബർ മാസം 1-ാം തീയതി ബൈസൺ വാലി വില്ലേജ് ഓഫീസ് ഉപരോധിക്കും. ഭൂമാഫിയ സംഘത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക, ഭൂമാഫിയ സംഘത്തിന് ഒത്താശ ചെയ്ത റവന്യൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വില്ലേജ് ഓഫീസ് ഉപരോധിക്കുന്നത്. കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ മലയായ ചൊക്രമുടിയെ സംരക്ഷിക്കുക, റവന്യൂ ഭൂമി കയ്യേറി പ്ലോട്ടുകൾ തിരിച്ച് വിൽപ്പന നടത്തിയ ഭൂമാഫിയ സംഘത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക, ഭൂമാഫിയ സംഘത്തിന് ഒത്താശ ചെയ്ത റവന്യൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക, ഭൂമി കൈമാറ്റത്തിന് പിന്നിൽ നടന്ന കള്ളപ്പണ ഇടപാടിനെ പറ്റി അന്വേഷിക്കുക, സർക്കാർ ഭൂമി കയ്യേറ്റക്കാരിൽ നിന്നും വീണ്ടെടുത്ത് സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ മാസം 1-ാം തീയതി ബൈസൺ വാലി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ഉപരോധവും സംഘടിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് ഇന്ന് അപകടം വന്നിരിക്കുന്നത്. ബൈസൺ വാലി ഗ്രാമപഞ്ചായത്ത് മറ്റൊരു വയനാടായി മാറണമെന്നാണ് ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥ മേധാവികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചൊക്രമുടി കയ്യേറ്റമായിട്ട് ബന്ധപ്പെട്ട് ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ മാസം 1-ാം തീയതി MLA ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് വില്ലേജ് ഓഫീസ് ഉപരോധം നടത്തുകയാണ്. റവന്യൂ വകുപ്പിൻ്റെ അനാസ്ഥയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. റവന്യൂ വകുപ്പ് മാത്രമല്ല, പോലീസ്, ഫോറസ്റ്റ്, അങ്ങനെ വിവിധ വകുപ്പുകളുടെ അനാസ്ഥ മൂലമാണ് ഈ കയ്യേറ്റം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ പട്ടയം ഉൾപ്പെടെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഈ കയ്യേറ്റം അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥ മേധാവികളോട് പറയാനുള്ളത്. ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വില്ലേജ് ഓഫീസ് ഉപരോധം ദേവൂൾ MLA അഡ്വക്കേറ്റ് എ. രാജ ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, വ്യാപാരി പ്രതിനിധികൾ, വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.